നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഫാമിലിയിലോട്ടൊരു ബേബി ബോയ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എൻ്റെ ഡെലിവറി വ്ളോഗാണ് കേട്ടോ. ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് 11-ാം തീയതിയാണ് കേട്ടോ. മെയ് 11 ഒരു ശനിയാഴ്ചയാണ്. നമുക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്ലാസൻ്റൽ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മളോട് ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, റൂം എടുത്ത് അഡ്മിറ്റായി. അപ്പം ഞങ്ങൾ ആക്ച്വലി വേറൊരു റൂമായിരുന്നു. എൻ്റെ അനിയത്തിക്ക് 1 മന്ത് മുൻപ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഹോസ്പിറ്റൽ. അപ്പോൾ സെയിം റൂമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂം അപ്പോൾ അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ട് തൽക്കാലത്തേന് ഞങ്ങൾക്ക് ഈ റൂമാണ് കിട്ടിയത്. രാത്രി ആയപ്പോഴത്തേനും നമ്മൾ വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ ഇതിന് മുൻപ് നമുക്ക് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അലർജീസൊക്കെ ഉണ്ടോ എന്നറിയാനുള്ള ഇഞ്ചക്ഷനൊക്കെ അവർ വന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമേ റൂമിൽ നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നമുക്ക് ഈ റൂമിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇന്ന് പോയി നാളെ പ്രസവിച്ചിട്ട് വരാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പോയത് കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് നമ്മുടെ ബേബിയെ കാണാനായിട്ട് അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷേ നമ്മളങ്ങനെ പ്രതീക്ഷിച്ച പോലൊന്നും ആയിരുന്നില്ല. ഇതൊരു നീണ്ട പ്രോസസ്സ് തന്നെയായിരുന്നു. പെട്ടെന്നൊന്നും അങ്ങനെ ബേബി വന്നില്ല. എനിക്ക് പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പുറകെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബേബിയെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ ഏതാണ്ട് 4 മണി വൈകുന്നേരം ആയിരുന്നു. അപ്പം അമ്മ വീട്ടിൽ നിന്ന് മാങ്ങാപ്പഴമൊക്കെ ആയിട്ടായിരുന്നു. എന്നാൽ എനിക്ക് അത്രയും ദിവസം ഉണ്ടായിട്ട് എനിക്ക് മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പോരുന്ന ദിവസം ആയപ്പോഴത്തേനും ചേട്ടായി കൊണ്ടുവന്ന് മാങ്ങാപ്പഴമൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഹോസ്പിറ്റലിലോട്ട് എടുക്കുക, അവിടെ പോയി കഴിക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ മാങ്ങാപ്പഴമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ നമ്മൾ അഡ്മിറ്റ് ആകുന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ പ്ലാസൻ്റൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് സിസേറിയൻ വേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ആ ഒരു പ്ലാസൻ്റ പ്രീവിയ എന്നുള്ള ആ ഒരു സംഭവം മാറി കുറച്ച് പ്ലാസൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം നോർമൽ ഡെലിവറിക്ക് നോക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം ഞാനും ഓർത്തു ഓക്കെ ഇനിയിപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഞാൻ സഹിച്ചോളാം എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ലേബർ റൂം നേരിട്ട് കണ്ടു. ഇതിനു മുമ്പ് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര കാർച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഡേ തന്നെ ഇവരെനിക്ക് അഡ്മിറ്റ് ആയ ദിവസം തന്നെ എനിക്ക് PV നോക്കിയിട്ടുണ്ടായിരുന്നു, PV ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലേബർ റൂമിലോട്ട് പോകാം, നമുക്ക് PV ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കി. PV നോക്കിയപ്പം ഒന്നും ആയിട്ടില്ലായിരുന്നു, നമ്മുടെ സെർവിക്സ് ഒന്നും ഓപ്പൺ ആകാറായിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു PV ചെയ്ത സമയത്ത് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പിറ്റേന്ന് സൺഡേ ആണ്, ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ ബ്ലീഡിങ് കണ്ടതുകൊണ്ട് സൺഡേ നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ട്രിപ്പിഡോ ഇഞ്ചക്ഷനൊന്നും തരാൻ പറ്റത്തില്ല, നമുക്ക് മറ്റന്നാൾ നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. വീഡിയോസ് എടുക്കാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് ആ ഒരു സമയത്ത് കുറച്ച് ടെൻഷനും വെപ്രാളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇവരുടെ കിറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഷാമ്പൂ, സോപ്പ്, ജീപ്പ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ ക്യാൻറ്റീന് പേഷ്യൻറ്റിന് ഫുഡ് ഉണ്ടായിരുന്നു, അതുമല്ലാതെ കൂടെ നിൽക്കുന്ന ആൾക്ക് സെപ്പറേറ്റ് ഫുഡ് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഞാനിപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂമിലോട്ട് മാറാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർ അത് വെക്കേറ്റ് ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ആ റൂമിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് കുഞ്ഞാവെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം
ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ കിടക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ആ സമയത്തൊന്നും വലിയ ടെൻഷനൊന്നും തോന്നിയില്ല കേട്ടോ. ടെൻഷൻ തോന്നിയില്ല, കാരണം അനിയത്തിയുടെ ഡെലിവറി 1 മന്ത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കേട്ട് ഒരു ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ റൂമിലോട്ട് മാറി കേട്ടോ. കാരണം നമ്മൾ ചെന്ന ആ സമയം എന്ന് പറയുന്നത് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ AC റൂമായിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. ആ റൂമിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മറ്റേ റൂമിനേക്കാളും കുറച്ചും കൂടെ സൗകര്യം ഈ റൂമിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിലൊക്കെ എത്തി. അങ്ങനെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ ഇതാണ്. നീതി കിടക്കാനായിട്ട് പോവാണ്. അപ്പം ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ വരും. അപ്പം ഇടയ്ക്ക് എണീക്കേണ്ടി വരും. എന്തായാലും ഇന്നിനിയിപ്പം ഇങ്ങനെ പോയി, ഇനി നാളെ അറിയാം. ഫസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് കേട്ടോ പിറ്റേ ദിവസം. കാരണം ടെൻഷനല്ല, പിന്നെ ഞാനിങ്ങനെ കുറേ ആലോചിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു. പിന്നെ കുറേ ബർത്ത് വ്ളോഗൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ നോക്കി വീഡിയോ കണ്ടുകൊണ്ടൊക്കെ കുറച്ച് നേരം കിടന്നു. അങ്ങനെ നേരത്തെ എണീറ്റു. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു 7:30 ആയപ്പോഴത്തേനും ഫുഡ് വന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പെയിനൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരം എനിക്ക് പ്ലാസൻ്റൽ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ആദ്യമൊന്നും ഒരുപാട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. എക്സസൈസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അത് കാരണം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റെപ്പൊക്കെ കയറിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴും നമ്മുടെ സെർവിക്സ് ഒന്നും ഒരു ഓപ്പൺ പോലും ആകാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. റൂമിൽ കൂടെയും അതുപോലെ തന്നെ പുറത്തുകൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെലിവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് ഓർത്തിട്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ വേണ്ട ഡെലിവറി അവിടെ തന്നെ ആക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എനിക്ക് ഈ പ്ലാസൻ്റ കുറച്ച് താന്നിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര റിസ്ക് അല്ലേ. ഞാനും ക്രിസ്ത്യനും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം നമുക്ക് ബേബിയെ ടേക്ക് കെയർ ചെയ്യാനും എന്നെ നോക്കാനോ ഒന്നും ആരുമില്ലല്ലോ. അത് കാരണം ഞങ്ങൾ നാട്ടിലോട്ട് ഒരു 7 മന്തൊക്കെ ആയപ്പോഴത്തേനും നാട്ടിലോട്ട് പോരുമായിരുന്നു കേട്ടോ. അതും രസമായിരുന്നു. നാട്ടിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വയറുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ അവിടെ നമ്മൾ എയർപോർട്ടിൽ അവർ നമ്മളെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, റെഡി ടു ട്രാവൽ എന്നുള്ള, കുഴപ്പമൊന്നുമില്ലെന്നുള്ള രീതിയിൽ. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഗർഭിണിയായി ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറി വന്നു. ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനതൊക്കെ ഇപ്പം ഇവിടെ എന്തിനാണ് പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് കാരണം പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടി ഇങ്ങനെ നടന്നു കേട്ടോ. ആ റൂമിന് പുറത്തും കൂടെയൊക്കെ നടന്നെങ്ങാനും കുറച്ച് പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രിപ്പ് ഇടാം, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷൻ തരാം. അപ്പോൾ അങ്ങനെ പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കുമല്ലോ. അത് കാരണം ഞാനിങ്ങനെ കുറച്ച് നേരം നടക്കുകയാണ്. പെട്ടെന്ന് കൺട്രാക്ഷൻസൊക്കെ ഉണ്ടാകാനായിട്ട് നടക്കുകയാണ്. നമ്മൾ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് വന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലിൽ കുറച്ച് നഖം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ലൈറ്റ് കളറുള്ള ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് ഡെലിവറി വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ലേബർ റൂമിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് കയ്യിലൊക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ലായിരിക്കും നെയിൽ പോളിഷ് എന്ന്. പക്ഷേ അവിടെ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഡോക്ടറെല്ലാം നഴ്സസ് വന്ന് പറഞ്ഞു ഈ നെയിൽ പോളിഷ് ഫുള്ള് റിമൂവ് ചെയ്യണം, നഖവും എല്ലാം കട്ട് ചെയ്യണം, നമുക്ക് ലേബർ റൂമിലോട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അമ്മ നെയിൽ പോളിഷൊക്കെ അപ്പോൾ റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ബ്രദറും അച്ചാച്ചനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. കാരണം നമുക്ക് ആ റൂമിൽ ഒരുപാട് പേർക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് തന്നെ ക്യാൻറ്റീനിലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര വിശപ്പുമായിരുന്നു കേട്ടോ. ആ ഫുഡൊന്നും കഴിച്ചിട്ട് എനിക്ക് തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുത്തേക്ക് തന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ ചെറിയൊരു ഷോപ്പ് പോലെയൊക്കെ ഉണ്ട്, അവിടുന്ന് പോയിട്ട് വീണ്ടും ബിസ്ക്കറ്റും എന്തൊക്കെയോ സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഡെലിവറി ടൈമിൽ ക്രിസ്റ്റിനും കൂടെ ഉണ്ടാകണമെന്ന്. പക്ഷേ പറ്റിയില്ല. നമുക്ക് പല സിറ്റുവേഷൻസ് ആണല്ലോ. എന്നെ നാട്ടിൽ കൊണ്ടാക്കാൻ നേരത്തെ ഞാൻ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് എന്നെ തന്നെ വിട്ടില്ല. ക്രിസ്റ്റിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ.
കാരണം ആദ്യമായിട്ടല്ലേ, പ്രഗ്നൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. പിന്നെ ഫസ്റ്റിന് ഒരു 1 മന്ത് എൻ്റെ കൂടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു പോയി. അത് കാരണം പെട്ടെന്ന് ആ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഓടി വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, എപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ലേബർ റൂമിൽ നമുക്ക് ലേബർ റൂമിൽ അവിടെ ക്യാമറ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. ക്യാമറ നമുക്ക് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് പെയിൻ വരാനായിട്ട് എനിക്ക് അന്നും 13-ാം തീയതി രാവിലെയും ഇത് ഇഞ്ചക്ഷൻ ഇട്ടു. പിറ്റേ ദിവസം 14-ാം തീയതി രാവിലെയും ഇഞ്ചക്ഷൻ ഇട്ടു. പക്ഷേ എനിക്ക് പെയിനേ വരുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ബാക്ക് പെയിൻ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് ലേബറിൻ്റെ സൈൻസോ സെർവിക്സ് ഓപ്പൺ ആവുമോ അങ്ങനെയൊന്നുമില്ല. ഓരോ സമയവും ഡോക്ടർ വന്നിങ്ങനെ PV ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നിയത് ഈ PV ചെക്ക് ചെയ്യുമ്പോഴായിരുന്നു കേട്ടോ. അങ്ങനെ 14-ാം തീയതി ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും ട്രിപ്പ് ഇട്ടു പെയിൻ വരാനായിട്ട്. അങ്ങനെ 14-ാം തീയതി രാവിലെ വീണ്ടും ട്രിപ്പ് ഇടാനായിട്ട് നമ്മൾ ലേബർ റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമ്മൾ രാവിലെ മുടിയൊക്കെ പിന്നി കെട്ടി തരുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്നും ഞാൻ ഓർത്ത് അന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പെയിൻ ആകുമായിരിക്കും, കുഞ്ഞിനെ കിട്ടും എന്നൊക്കെ ഓർത്തു. പക്ഷേ അന്ന് ചെന്നപ്പോഴും എല്ലാം പെട്ടെന്നായിരുന്നു. കുഞ്ഞിനെ നമ്മൾ കയ്യിലോട്ട് വാങ്ങിക്കുന്ന വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്കവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ തന്ന് ചെറുതായിട്ട് ബാക്ക് പെയിനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ബ്ലീഡിങ് വന്നതുകൊണ്ട് നമുക്ക് പ്ലാസൻ്റയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബ്ലീഡിങ് ആയാൽ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അന്നേരപ്പോൾ തന്നെ ലേബർ റൂമിൽ നിന്ന് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സിസേറിയനൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് കുഞ്ഞുവാവ വന്നു കേട്ടോ. 14-ാം തീയതി ഒരു 10:47 രാവിലെ 10:47 ആയപ്പോഴത്തേനും നമുക്ക് കുഞ്ഞിച്ചക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിച്ചക്കൻ ഇതേ വന്ന്, ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം 14-ാം തീയതി C സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് അവിടുത്തെ സർജിക്കൽ ICUലോട്ട് മാറ്റി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നല്ല സുഖമായിരുന്നു, നല്ല പെയിനായിരുന്നു. C സെക്ഷൻ കഴിഞ്ഞവർക്കറിയാം നല്ല പെയിനായിരിക്കും. അതുപോലെ എനിക്ക് കാല് പോലും നിലത്ത് കുത്തത്തില്ലായിരുന്നു. നമ്മൾ ആ ഒരു ICUന്ന് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ നടത്തും ഒരു കുറച്ച് നേരമാവും. അത് നമുക്ക് ഒട്ടും അൺസഹിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നല്ല പെയിൻഫുള്ളായിരുന്നു. അത്രത്തോളം വേദന ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ ഡെലിവറിയേക്കാളിലും പെയിൻഫുള്ളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ C സെക്ഷൻ. നോർമൽ ഡെലിവറി നമുക്ക് ആ ഒരു സമയത്തുള്ള പെയിനേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇപ്പോഴും എനിക്ക് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ടൊരു ബേബിയെ കിട്ടിയില്ല, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് പോകുന്ന 20-ാം തീയതിയാണ് കേട്ടോ. അപ്പം വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്, അമ്മയുടെ കയ്യിലാണ് കുഞ്ഞിച്ചക്കൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഓക്കെ, ബൈ.